പത്രപ്രസ്താവനയിൽ അവരവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ വിഷയം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഒരു തെളിവുമില്ലാതെയല്ലേ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തത്? ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ കൂടി മരിച്ചത് തന്നെ ഈ കൊല്ലാക്കൊല ചെയ്ത ഈ കള്ളത്തരം കൊണ്ടല്ലേ? അപ്പൊ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്ത പാർട്ടിയിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ഞാൻ ചോദിച്ചു. അതിനുശേഷം ഞാൻ ഗോപി കോട്ടമുറിക്കലിനെയും പി ശശിയെയും കടകംപള്ളി സുരേന്ദ്രനെയും അറിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു ഇവരോട്. അതെല്ലാം ആ സ്റ്റേറ്റ്മെന്റിനുള്ള മറുപടിയാണ്, അല്ലാതെ ഇവരുമായിട്ട് അതിന് യാതൊരു ബന്ധങ്ങളുമില്ല. മൂന്നാമത്തെ ഞാൻ ചോദിച്ചത് കണ്ണൂരിലൊരു CPM MLA, ഞാൻ എന്റെ പേര് പറഞ്ഞില്ല, മുൻ MLA, അദ്ദേഹം അനുഭവിക്കുന്ന മനോവ്യഥ നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതെല്ലാം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെല്ലാം ഇവര് ഇറക്കിയ ഒരു പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ്. ഇന്നിപ്പം കോടതി എന്താണ് അതിനകത്ത് പറഞ്ഞത്? കോടതി പറഞ്ഞത് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതായിട്ട് ഒരു വാക്കെങ്കിലും നിങ്ങൾ കാണിക്ക് എന്നാണ് സർക്കാരിനോട് ചോദിച്ചത്. കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു വാചകം പോലും സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഇല്ല. പിന്നെ അത് ട്രാൻസ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് എങ്ങനെ എനിക്കെതിരെ സെക്ഷൻ 67 ഇടും? അത് കോടതി ചോദിച്ചു. അതുപോലെ തന്നെ കോടതി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടു. 3.5 മണിക്കൂർ കൊണ്ട് ഇത് എങ്ങനെ പോയി ചെയ്തു എന്നുള്ളത് കോടതി ചോദിച്ചു. പിന്നെ കോടതി എടുത്തു ചോദിച്ചു, അയാൾ കുറെ ചോദ്യങ്ങളല്ലേ ചോദിച്ചത്, ആ ചോദ്യങ്ങളിനകത്ത് എങ്ങനെയാണ് പ്രശ്നം വരുന്നത് എന്ന് ചോദിച്ചു. എവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? പ്രശ്നങ്ങൾ എവിടെയാണ് വരുന്നത് എന്നുള്ളതിൽ ഇവിടെ മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ മാത്രമാണ് പ്രശ്നം. അവിടെ അന്തംഗമ്മികളാണോ ഉള്ളതെങ്കിൽ എല്ലാം വളരെ ദ്രുതഗതിയിലായിരിക്കും, വളരെ ത്വരിതമായ അന്വേഷണങ്ങൾ ആ കാര്യങ്ങളിൽ ഉണ്ടാവും. അതാണ് ഷാജഹാന്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇവിടെ വിഷയം നമുക്ക് ഷാജഹാനല്ല, ഇവിടെ നമുക്ക് വിഷയം KJ ശൈലല്ല, ഇതൊന്നും നമ്മുടെ മാറ്ററേ അല്ല. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ, വിമർശിക്കുന്നവരെ വേട്ടയാടപ്പെടുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാവുന്നത്? ഇപ്പോ ഈ ഒരു കേസിൽ ഈ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നു, FIR ഇടുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, കോടതി എല്ലാം ചവിട്ടിക്കൂട്ടി വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്നു. എന്താണ് നിങ്ങൾ ഒരു വേർഡ് കാണിക്കൂ എന്നാണ് കോടതി പറഞ്ഞത്? ഒരു സെന്റൻസ് വേണ്ട. പോലീസിനോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് സെക്ഷലി ഇയാളെ എക്സ്പ്ലിസിറ്റ് ചെയ്തു എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ആസ്പദമാകുന്ന ഒരു വേർഡ്, ഒരു വാചകം വേണ്ട, ഒരു സെന്റൻസ് വേണ്ട, ഒരു വേർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കാനാ പറഞ്ഞത്. എന്താണ് ഇതിനെക്കുറിച്ച് നമ്മുടെ പരാതിക്കാരിയുടെ എന്തായിരുന്നു, പോലീസിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയായിരുന്നു. എന്താണ് പോലീസ് ചെയ്തത്? പോലീസ് വേട്ടയാടുകയല്ലേ ഷാജഹാനെ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഷാഫി പറമ്പിലിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ഷാഫി പറമ്പിലിനെതിരെ ഈ ചെറ്റ നടത്തിയ വ്യക്തി അധിക്ഷേപങ്ങളിൽ ഈ വക എന്താ പറയണ്ട തെമ്മാടിത്തരത്തിന് തെളിവുകളുണ്ടല്ലോ, പരാതിയുണ്ടല്ലോ. എന്തേ കേസില്ല, FIR ഇല്ല, അറസ്റ്റ് ഇല്ല? എന്തുകൊണ്ട്? കാരണം അത് പാർട്ടി സെക്രട്ടറിയാ. ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാ? ഷാജഹാനെ വേട്ടയാടാൻ ഇവർ കാലാകാലങ്ങളായി ഇങ്ങനെ ഒരുക്കം കൂട്ടി നടക്കുകയായിരുന്നു. ഇവിടെ നിൽക്കുന്നത്, ഇവിടെ പ്രതി ആരാ? പാലക്കാട് ജില്ലാ സെക്രട്ടറിയാ CPMന്റെ സുരേഷ് ബാബു എന്ന് പറയുന്ന ചെറ്റ. ആ ചെറ്റക്കെതിരെ എന്തേ പരാതി ഉണ്ടല്ലോ. ഇപ്പൊ എന്താ FIR ഇല്ല, കേസില്ല, അന്വേഷണമില്ല, അറസ്റ്റ് ഇല്ല, കോടതിയിൽ ഹാജരാക്കുന്നില്ല, ഇതൊന്നും എവിടെയും കാണുന്നില്ല. എന്തേ? ഷാഫി പറമ്പിലിന് നാണവും മാനക്കേടും നാനഷ്ടവും ഇതൊന്നും ഷാഫി പറമ്പിലിന് വേണ്ട എന്നാണോ? അതോ അന്തംഗമ്മികൾക്ക് മാത്രമേ ഇതൊക്കെ ബാധകമുള്ളൂ എന്നുള്ളതാണോ? എവിടെയാണ് ഇരട്ട നീതി? എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇനി ഇത് ഷാഫി പറമ്പിലിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ. കേരളത്തിലുള്ള പല സ്ത്രീകളും ഇത്തരത്തിൽ, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നുള്ള ശ്രീനാദേവി എന്ന് പറയുന്ന CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു യുവതി, ആ യുവതി പരാതി കൊടുത്തിട്ടുണ്ട്. എന്തിനാ പരാതി കൊടുത്തത്? അവരെ സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചപ്പോ, മാധ്യമങ്ങൾ അവരെ സമീപിച്ചപ്പോൾ അതിനെതിരെ തുറന്ന് പ്രതികരിച്ചപ്പോ പ്രതികരിച്ച ഈ ശ്രീനാദേവിക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം ഉണ്ടായി. അവർ കറക്റ്റായിട്ട് ചെയ്ത വ്യക്തിയെയും അവരുടെ പേരും അഡ്രസ്സും ഊരും അവർ പറഞ്ഞ വാചകങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി കൊടുത്തല്ലോ. എന്തേ നടപടിയെടുക്കാത്തത്? കാരണം അവിടെ നിൽക്കുന്നതും ഇതുപോലെ മറ്റൊരു സഖാവാണ്. മലപ്പുറത്ത് ജനിച്ച സ്ഥലത്ത് ലീഗിന്റെ കോട്ടയായ പുന്നാവരം കോട്ടയിൽ ആദ്യമായിട്ട് DYFIക്ക് യൂണിറ്റ് ഉണ്ടാക്കിയ CPMന്റെ സഖാവായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഒരിക്കലും എടുക്കില്ല, കേസ് എടുക്കില്ല. അപ്പുറത്ത് സഖാവ് CPIക്കാരിയാ, CPMന്റെ അല്ല, പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നതല്ല, പിണറായി വിജയന്റെ എതിർചേരിയില്ല. ഘടകകക്ഷിയാണെങ്കിലും പിണറായി വിജയന്റെ എതിർചേരിയില്ല.
കേസെടുക്കില്ല. അങ്ങനെ എത്ര മാധ്യമ പ്രവർത്തകരില്ലേ, എത്ര വനിതാ മാധ്യമ പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? എന്തേ ഷാഫി പറമ്പിൽ ഇതൊന്നും പറഞ്ഞത് ബാധകമാകില്ലേ? ഷാഫി പറമ്പിലിനെതിരെ ഇത്രയധികം വലിയ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ട് ആ വ്യക്തിക്കെതിരെ പരാതി ഉണ്ടായിട്ട് ഇപ്പൊ പറയുന്നത് അത് മൂന്നാം കക്ഷിക്കാരന്റെ പരാതിയാണെന്നാ. ഇത് നിങ്ങൾ തന്നെ പറയണം, ഇത് നിങ്ങൾ തന്നെ പറയണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾക്ക് ഏത് തരം പരാതിയാണ് ഉള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നിങ്ങൾക്ക് മൂന്നാം കക്ഷിയുടെ പരാതി മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ കേസെടുത്തില്ലേ? അന്വേഷണം നടത്തുന്നില്ലേ? FIR ഇല്ലേ? എന്തേ ഈ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം അത് മൂന്നാം കക്ഷിക്കാരന്റെ പരാതി മാത്രമായി നിൽക്കുന്നു? ഇപ്പൊ നിയമോപദേശം തേടുകയാണ്, കേസ് എടുക്കണോ വേണ്ടയോ എന്ന്. നിങ്ങൾ കേസെടുത്താലും ഇല്ലെങ്കിലും സുരേഷ് ബാബുവിനെ ഞങ്ങൾ പൂട്ടും, പടലം പൂട്ടും. അതിന് കേസിന്റെ ഒന്നും ആവശ്യമില്ല, അതിന് പോലീസും കോടതിയും ആവശ്യമില്ല. സുരേഷ് ബാബുവിനെ പൂട്ടാൻ ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ ധാരാളമാ. ഷാഫി പറമ്പിലിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഷാഫി പറമ്പിലിനെതിരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതും അടിസ്ഥാനരഹിതമായത്. ഇവിടെ രാഷ്ട്രീയ ആരോപണങ്ങളോ മറ്റുള്ള ആദർശപരമായിട്ടുള്ള വിമർശനങ്ങളോ അതൊന്നും നമ്മൾക്കൊരു പ്രശ്നമല്ല. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ആ കാര്യങ്ങളിലൊന്നും ഇവിടെ തർക്കമില്ല. ഇവിടെ ഷാഫി പറമ്പിലിനെതിരെ നടന്നിരിക്കുന്നത് വ്യക്തമായ വ്യക്തി അധിക്ഷേപമാണ്. അയാളുടെ മാനത്തിനും അയാളുടെ വ്യക്തിത്വത്തിനും ഒക്കെ വില പറയുന്ന രീതിയിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വ്യക്തിഹത്യ നടത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരെ. എന്നിട്ട് ആ വിദ്വാൻ രണ്ടാമതും പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ, ഞാൻ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന്. പേര് പറഞ്ഞിട്ടുണ്ട്, കേരളക്കര മൊത്തം കേട്ടതാണ്. അതിന്റെ തെളിവുകൾ, ആ ക്ലിപ്പുകൾ ഒക്കെ എല്ലാവരുടെയും കൈകളിലുണ്ട്. അയാൾ ഷാഫിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ ക്ലിപ്പുകൾ എല്ലാവരുടെ കൈകളിലുമുണ്ട്. കേട്ട നിങ്ങൾ അവിടെ നിൽക്ക്. പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, പച്ച കള്ളം നിന്ന നിൽപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതില്ലാതാവില്ലല്ലോ. ഓക്കെ, തെറ്റുപറ്റി എന്ന് പറഞ്ഞത് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ. അതിനു പകരം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും? അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ആവട്ടെ, ഇനി സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, ഏത് തെമ്മാടിയാണെങ്കിലും, ഏത് ക്രിമിനൽ ആണെങ്കിലും, ഏത് വലിയ അന്തംകമ്മിയാണെങ്കിലും നമുക്കതൊരു വിഷയമല്ല. പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ പരാതി കൊടുത്തത് ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് നടപടിയെടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാ. കാരണം അപ്പുറത്ത് ഷാജഹാനെ നിങ്ങൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, കോടതിയിൽ കൊണ്ടുപോയില്ലേ? കോടതി എല്ലാം മടപടലം ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? പോലീസിന്റെ മുഖത്ത് നോക്കി ചോദിച്ചില്ലേ കോടതി, ഒരു വാക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ അതിന്റെ ഒരു സുതാര്യതയും അതിന്റെ ഒരു അടിസ്ഥാനവും ഒക്കെ, അതിന്റെ ഒരു മോട്ടിവേഷൻ, നിങ്ങൾക്കുള്ള മോട്ടിവേഷനൊക്കെ നമുക്ക് മനസ്സിലാവും. ബട്ട് അത് അവിടെ നിൽക്കട്ടെ, അത് കോടതി തീരുമാനിച്ചു കഴിഞ്ഞു ആ കാര്യത്തിൽ. അവിടെയല്ല നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഈ ഷാഫി പറമ്പിലിന്റെ കാര്യത്തിലാണ്. ഇവിടെ പരാതി ഉണ്ടായിട്ട് നിങ്ങൾ ഇനി എന്താ എടുക്കാൻ പോകുന്നത്? അതൊന്നും നമുക്ക് കാണണമല്ലേ. പരാതി ഉണ്ടല്ലോ, അതും ആ പരാതിയുടെ കാര്യം. ഇനിയിപ്പോ ഷാജഹാന്റെ കാര്യത്തിലുണ്ടായ പരാതി എങ്ങനെയാ? ആദ്യം സൈബർ ആക്രമണം നടക്കുന്നു എന്ന് ആയിരുന്നു പരാതി. അതിൽ ഷാജഹാന്റെ പേരില്ല, മറ്റൊന്നുമില്ല. രണ്ടാമതും കൊടുത്തു പരാതി. പാർട്ടി പരാതി കൊടുക്കാൻ പറഞ്ഞു, ഷാജഹാന്റെ പേര് വെച്ച് പരാതി കൊടുത്തു. ഇവിടെയും ഉണ്ടല്ലോ, സുരേഷ് ബാബുവിന്റെ പേര് വെച്ച പരാതി ഉണ്ടല്ലോ. വരട്ടെ, മൂന്നാം കക്ഷിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയോ? തള്ളിക്കളയണം. നിങ്ങൾ അത് തള്ളിക്കളയണം, അതാണ് വേണ്ടത്. ഇപ്പോ നിങ്ങൾ നടത്തുന്ന ഈ തെമ്മാടിത്തരം, ഈ ക്രിമിനൽ സംഘങ്ങളുടെ ഈ സൈബർ ആക്രമണവും, ഈ പറയുന്ന വ്യക്തി അധിക്ഷേപങ്ങളും, ഈ ആരോപണങ്ങളെന്ന് ഇതിനെ പറയാൻ കഴിയില്ല. ആരോപണങ്ങളെന്ന് ഒരിക്കലും ഇതിനെ പറയാൻ കഴിയില്ല. ഇപ്പുറത്ത് നിൽക്കുന്നത് ഷാഫി പറമ്പിലും അപ്പുറത്ത് നിൽക്കുന്നത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ അതിൽ FIR ഇല്ല, കേസ് അന്വേഷണമില്ല, അറസ്റ്റ് ഇല്ല, ഒന്നുമില്ലാത്തത് എന്ന് കരുതി. എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ ഈ പറയുന്ന മാനവും മാനക്കേടും നാണക്കേടും ഒന്നും വേണ്ട അല്ലേ? ഷാഫി പറമ്പിൽ അങ്ങ് സഹിച്ചോളണോ? സൗകര്യമില്ലടോ, സൗകര്യമില്ല. ഷാഫി പറമ്പിൽ അങ്ങനെ സഹിക്കാൻ സൗകര്യമില്ല. അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടയിടാൻ ഏത് വലിയ അധിക്ഷേപങ്ങളും നേരിടാൻ ഞങ്ങൾ തയ്യാറാ. ഏത് വലിയ അധിക്ഷേപങ്ങൾ നേരിടാനും ഞങ്ങൾ തയ്യാറാ. അത് എന്ത് വില കൊടുത്തും, ഏതവനാണെങ്കിലും, ഏത് വലിയ പാർട്ടി സെക്രട്ടറി ആണെങ്കിലും, ഏത് വലിയ പാർട്ടി ഓഫീസിൽ ഒളിച്ചിരിക്കുന്ന ഏത് വലിയ ചേറ്റയാണെങ്കിലും നേരിടാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഇത് നിങ്ങൾക്ക്
ഈ 10 കൊല്ലം ഭരിച്ചിട്ട് അടുത്ത 2026 തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ മറ്റൊന്നുമില്ലാതെ വരുമ്പോൾ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന എതിർപക്ഷത്തിൽ നിൽക്കുന്നവരെ ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇല്ലാ കഥകളും അടിസ്ഥാനരഹിതമായ പച്ച നുണകളും പടച്ചു വിട്ടുകൊണ്ട് അത് സമൂഹത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് നിങ്ങളുടെ പോരായ്മകളും നിങ്ങളുടെ വീഴ്ചകളും നിങ്ങളുടെ പരാജയങ്ങളും നിങ്ങളുടെ തോൽവികളും ഒന്നും ചർച്ചയാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ കളി, ഈ നെറികെട്ട കളി, അത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഷാഫി നിങ്ങളുടെ കണ്ണിലെ കരടാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് ഷാഫിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇത് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ യുവജന നേതാക്കളെയും ഒക്കെ നേരിട്ട് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കളിയാണ്. കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF നേരിടാൻ മറ്റ് ആയുധങ്ങളോ മറ്റ് ആദർശങ്ങളോ മറ്റ് നേട്ടങ്ങളോ മറ്റ് ഒന്നുമില്ലാതെ നട്ടം കറങ്ങുകയാണ് സഖാക്കളും CPM-ഉം. അവിടെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, വീണ്ടും ആരോപണങ്ങളല്ല, വെറും അധിക്ഷേപങ്ങൾ, വ്യക്തി അധിക്ഷേപങ്ങൾ. ഇനി ഇതിന്റെ പുറത്ത് പോലീസിന്റെ നടപടി എന്താകുമെന്ന് അറിയാനാണ് കാത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ നിയമോപദേശമൊക്കെ തേടിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് കാണണം. കാരണം ഇങ്ങനെയും വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയിട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ 2 ഭാഗമുണ്ട്. ഒരു ഭാഗത്ത് സ്ത്രീകളെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ മാത്രമല്ല, ഷാഫിയെ കാണുന്ന സ്ത്രീകളെ ഷാഫി വിളിച്ച് ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. അപ്പോ ഇതിന്റെ പുറത്ത് എന്ത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടാവുക എന്നാണ് അറിയേണ്ടത്.